ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു കണ്ണിന് കാഴ്ച കുറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെന്നോട് ചോദിക്കും മോന് ഇങ്ങനെ, അപ്പോൾ എൻ്റെ കണ്ണിനും കൂടി ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഒറ്റപ്പെടലിൻ്റെ ബാക്കി കുഴപ്പമില്ല, സാമ്പത്തിക വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. പക്ഷെ നമ്മളൊരു ഒറ്റപ്പെടലിൻ്റെ ഇതിലോട്ട് വരുമല്ലോ അങ്ങനെ. അന്നേരം എനിക്കൊരു ഇതായിരുന്നു, എൻ്റെ ജീവിതം ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത് അങ്ങനെ. അപ്പം ഞാനെല്ലാം ഇങ്ങനെ അടുക്കള ജോലി ചെയ്യുമ്പോഴൊക്കെ കണ്ണടച്ച് പിടിച്ച എല്ലാ പണികളും ചെയ്ത് ശീലിക്കുമായിരുന്നു തുടങ്ങി. അപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും. ഇപ്പോൾ എല്ലാ പണിയും അടുക്കളയിലെ അത്യാവശ്യം 2 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ചായ തിളപ്പിക്കുന്നതും മീൻ വറുക്കാൻ ദോശയിടുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ബാക്കി എല്ലാ പണികളും അടുക്കളയിലെ. ഇപ്പം കുറച്ച് നാളായിട്ട് സ്റ്റാഫില്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും അടുക്കളയിലെ. ഈ കാഴ്ച ഇല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും പരിചിതമാണ്. അതെ ഇവരുടെ മാവെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ. ഇപ്പം അൽഫോൻസാമ്മയുടെ പെരുന്നാളിനൊക്കെ ഒരു 600 കിലോ, ഏറ്റവും കൂടുതൽ 700 കിലോ ഉണ്ടാക്കിയത് നമുക്ക് കൂടുതൽ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടി വരുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ 550 600 കിലോയ്ക്ക് ഇടയ്ക്കൊക്കെയാണ് ഒരു ദിവസം ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അത് മുഴുവൻ മാവ് റെഡിയാക്കി കൊടുക്കുന്നത് ഞാനാണ്. ആളുകൾ സഹായത്തിന് കൂടെ കാണും, പക്ഷേ അതിൻ്റെ പാകവും പരവും ഇപ്പം എന്നും എല്ലാ ദിവസവും രാവിലെ ഞാനാണ് മാവ് റെഡിയാക്കി കൊടുക്കുന്നത്. പിന്നെ ഈ കൂടെ കാണും. നമ്മൾ 2008 കണ്ണിന് സർജറി ചെയ്തായിരുന്നു കാറ്ററാക്റ്റിന്. അതിനുശേഷം സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കാറില്ല. പക്ഷേ ഇവിടെ നെയ്പ്പിടുന്നിടത്തൊക്കെ നമുക്ക് എടുക്കുമ്പോൾ അറിയാം അതിന് വലുപ്പം കൂടുതലുണ്ടോ. നമുക്കൊരു നോർമൽ 8 ഗ്രാമാണ് ഒരെണ്ണം വരേണ്ടത്. അതിന് വലുപ്പം കൂടുതലുണ്ടോ, ഉള്ളു വെന്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മുറിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും.